ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടിനകത്തും പുറത്തുമുള്ള കൊതുകിനെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള സൂപ്പർ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വളരെ കുറഞ്ഞ ചെലവിൽ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ആണ് കേട്ടോ ഇത്. ഇനി കൊതുക് മാത്രമല്ല, വീടിനകത്തുള്ള പല്ലി, പാറ്റ, ഈച്ച എന്നീ ക്ഷുദ്രജീവികളും തല തെറിച്ചോടും. കൊതുക് നാശിനി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. കൊതുക്, പല്ലി, പാറ്റ എന്നിവയെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പൂ. നമ്മുടെ ഈ റിപ്പല്ലൻ്റ് ഉണ്ടാക്കാനായിട്ട് ഗ്രാമ്പൂ വേണം. ഇത്രയും ഗ്രാമ്പൂ ഒരു ഇടികല്ലിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എത്ര നൈസായിട്ട് പൊടിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ. ഒരൊറ്റ മിക്സ് കൊണ്ട് തന്നെ 3 സൂപ്പർ ടിപ്സാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. പൊടിച്ചെടുത്ത ഗ്രാമ്പൂ ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് ശീമക്കൊന്നയുടെ ഇലയാണ്. ഞാനിവിടെ ഒരു പിടി ശീമക്കൊന്നയില എടുത്തിട്ടുണ്ട്. കൊന്നയില ഇതുപോലെ ഉതിർത്തെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. എലി, കൊതുക്, പല്ലി, പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാൻ പണ്ട് മുതൽക്ക് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ശീമക്കൊന്നയില. നിങ്ങൾക്ക് ശീമക്കൊന്നയില കിട്ടാനില്ലെങ്കിൽ പകരമായിട്ട് ഒരു പിടി ആര്യവേപ്പില എടുത്താലും മതി. പക്ഷേ എനിക്ക് ആര്യവേപ്പിലയേക്കാളും കൂടുതൽ ഇഫക്റ്റീവായി തോന്നിയത് ശീമക്കൊന്നയിലയിൽ ചെയ്തപ്പോഴാണ് കേട്ടോ. കൊന്നയില മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് ഉതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാം. അമൃതിന്റെ തുള്ളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത്രയും വെളുത്തുള്ളി തോലൊന്നും കളയാതെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ വെള്ളത്തിന്റെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണേ. വെളുത്തുള്ളിയും കൊന്നയിലയും ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തരികളൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. അരച്ചെടുത്ത ഇല പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി കുറച്ച് കർപ്പൂര കട്ടകൾ ഒരു പേപ്പറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കൊതുക്, ഈച്ച എന്നിവയെ അകറ്റി നിർത്താൻ മാത്രമല്ല, നമ്മുടെ വീടിനകത്ത് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാനും കർപ്പൂരം സഹായിക്കും. ഞാനിവിടെ കർപ്പൂരം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കൊന്നയില മിക്സിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമ്മൾ ആദ്യം പൊടിച്ച് മാറ്റി വെച്ചേക്കുന്ന ഗ്രാമ്പു കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം. ഇല പേസ്റ്റും ഗ്രാമ്പു പൊടിച്ചതും കർപ്പൂരം പൊടിച്ചതും കൂടി നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ഞി വേണം. ഞാനിവിടെ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് പിച്ചിക്കീറിയെടുക്കാം. പിച്ചിക്കീറിയെടുത്ത പഞ്ഞിയിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇനി ഇത് നമ്മുടെ ശീമക്കൊന്നയില പേസ്റ്റിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. പഞ്ഞിയുടെ എല്ലാ ഭാഗത്തും പേസ്റ്റ് നല്ലതുപോലെ പിടിച്ചിരിക്കണം. 3-4 പീസ് കോട്ടണിൽ ഇതുപോലെ ശീമക്കൊന്നയില പേസ്റ്റ് തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ കിച്ചണിലും റൂമിനകത്തുമൊക്കെ പല്ലിയുടെയും പാറ്റയുടെയും ശല്യമുള്ള ഇടത്തെല്ലാം ഇത് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. രാത്രിയിലാണ് ഇവയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രാത്രിയിൽ എത്ര തുടച്ച് ക്ലീൻ ആക്കിയിട്ടാലും രാവിലെ നോക്കുമ്പോൾ ഇവയുടെ വിസർജ്യങ്ങൾ നമ്മുടെ സ്റ്റവിൻ്റെ അടിയിലും കിച്ചൺ സ്ലാബിലുമൊക്കെ കാണാറില്ലേ? ഇനി ഇങ്ങനെ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ മതി. പല്ലിയും പാറ്റയും നമ്മുടെ അടുക്കളയുടെ പരിസരത്ത് പോലും വരില്ല. കിച്ചൺ കബോർഡ്സിന്റെ വിടവുകളിലും സ്റ്റവിൻ്റെ അടിഭാഗത്തുമൊക്കെയാണ് പല്ലിയും പാറ്റയും ഒക്കെ ഒളിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് ഈ ബോൾസ് ഓരോന്ന് വെച്ചു കൊടുക്കാം. ശീമക്കൊന്നയില, കർപ്പൂരം, ഗ്രാമ്പൂ എന്നിവയുടെ കുമുകുമാന്നുള്ള സ്മെല്ല് കാരണം പല്ലിയും പാറ്റയും ഒന്നും ആ ഭാഗത്തേക്ക് അടുക്കില്ല. ഏകദേശം ഒരാഴ്ചയോളം ഇതിന്റെ സ്മെല്ല് ഇങ്ങനെ തന്നെ ഉണ്ടാകും. ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒരാഴ്ചത്തേക്ക് ഇവയുടെ ശല്യം നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവില്ല. വള കൊണ്ട് കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഇനി കാണിക്കുന്നത്. കുപ്പി വളയോ പ്ലാസ്റ്റിക് വളയോ ഏത് വേണേലും ഇതിനായിട്ട് എടുക്കാട്ടോ. ഞാനിവിടെ ഇതുപോലെ ഒരു വള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ഞി വേണം. ഇത്രയും കോട്ടൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് പിച്ചിക്കീറിയെടുക്കാം. മുറിച്ചെടുത്ത കോട്ടൺ ഓരോ ചെറിയ പീസായിട്ട് നമ്മുടെ വളയിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം. കുറച്ച് പഞ്ഞി വളയിൽ ചുറ്റിയതിന് ശേഷം നൂലുകൊണ്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. വളയുടെ മുഴുവൻ ഭാഗവും ഇങ്ങനെ പഞ്ഞി കൊണ്ട് ചുറ്റിയതിന് ശേഷം നൂലുകൊണ്ട് കെട്ടിയെടുക്കാം. നമ്മുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. കുഞ്ഞുങ്ങളും ശ്വാസകോശ രോഗികളും ഒക്കെയുള്ള വീടുകളിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ആണിത്. ഇതുപോലെ വേണം പഞ്ഞി വളയിൽ ചുറ്റിക്കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ വള റെഡി ആയിട്ടുണ്ട്. മുഴുവനും ചുറ്റിയതിന് ശേഷം ഇതുപോലെ നൂലുകൊണ്ട് 1-2 കെട്ടിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പഞ്ഞി ഊരിപ്പോവാൻ ചാൻസ് ഉണ്ട്.
ഇനിയിപ്പോൾ പഞ്ഞിയില്ലെന്നോർത്ത് ആരും വിഷമിക്കണ്ട കേട്ടോ. പഞ്ഞിക്ക് പകരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മറ്റൊരു സാധനം മാത്രം മതി. പഞ്ഞിക്ക് പകരമായിട്ട് നമുക്ക് ഒരു കഷ്ണം കോട്ടൺ തുണി എടുക്കാം. പഞ്ഞി വളയിൽ ചുറ്റിയതുപോലെ തന്നെ നമ്മുടെ കോട്ടൺ ക്ലോത്തും വളയിലേക്ക് ചുറ്റിക്കൊടുക്കാം. തുണി മുഴുവനും വളയിൽ ചുറ്റിയതിന് ശേഷം നൂലുകൊണ്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. തുണി ചുറ്റി നൂലുകൊണ്ട് കെട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വള റെഡിയായി. പിന്നെ ഞാൻ പഞ്ഞിയും തുണിയും വെച്ച് നോക്കിയതിൽ പഞ്ഞി വെച്ച് ചെയ്തതാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ട് തോന്നിയത്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നീളമുള്ള ഒരു ചരടോ നൂലോ ഉപയോഗിച്ച് വളയുടെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. നമ്മുടെ വളകൾ ഒന്ന് തൂക്കിയിടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചരട് കെട്ടിക്കൊടുക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ശീമക്കൊന്നയില വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ വളയിലേക്ക് പുരട്ടി കൊടുക്കാം. വളയിൽ ചുറ്റിയ പഞ്ഞിയിലേക്ക് ഇല പേസ്റ്റ് നന്നായിട്ട് തേച്ചു കൊടുക്കണം. വള തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ ഭാഗത്തും പുരട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇതുപോലെ തന്നെ തുണി ചുറ്റിയ വളയിലും ശീമക്കൊന്നയില പേസ്റ്റ് തേച്ചു കൊടുക്കാം. ഞാനിവിടെ 2 വളകളും ഇല മിക്സ് പുരട്ടി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ പവർഫുൾ മോസ്കിറ്റോ റിപ്പല്ലന്റ് റെഡിയായിട്ടോ. ഇനി നമ്മുടെ ജനാല തുറന്നിട്ടതിന് ശേഷം ഓരോ വളയെടുത്ത് അതുപോലെ കെട്ടിത്തൂക്കിയിടാം. തുറന്നിട്ട ജനാലയിലൂടെ വരുന്ന കാറ്റ് ഈ വളയിൽ തട്ടിയാണ് നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. സന്ധ്യാസമയത്താണ് പുറമേ നിന്നും കൊതുകെല്ലാം വീടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒരൊറ്റ കൊതുക് പോലും നമ്മുടെ വീടിനകത്തേക്ക് വരില്ല. പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഒരാഴ്ചത്തേക്ക് കൊതുകിനെ പേടിക്കാതെ സുഖമായി കിടന്നുറങ്ങാട്ടോ. കൊതുക് ശല്യം കൂടുതലുള്ള സമയത്ത് നമ്മുടെ ജനാലയിലെല്ലാം ഓരോ വളകൾ കെട്ടിത്തൂക്കിയിടാം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ മോസ്കിറ്റോ റിപ്പല്ലന്റ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ബാക്കിയുള്ള കൊന്നയില പേസ്റ്റ് കളയണ്ട കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു ടിപ്പ് ചെയ്യാം. ബാക്കി വന്ന ഇല പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. കലക്കിയെടുത്ത കൊന്നയില പേസ്റ്റ് നമുക്കൊരു കുപ്പിയിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. കുപ്പിയുടെ അടപ്പിന് മുകളിൽ ഒരു പിന്നുകൊണ്ട് കുറച്ച് ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമ്മുടെ വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ കൊതുകിനെ തുരത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ, ശീമക്കൊന്നയില ചേർത്തിരിക്കുന്നത് കൊണ്ട് എലിയുടെ ശല്യം ഇല്ലാതാക്കാനും നമുക്ക് ഈ ഒരൊറ്റ സ്പ്രേ മാത്രം മതി. എലി ശല്യം കൂടുതലുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ കാർ പോർച്ചും കിച്ചൻ്റെ ബാക്കിലും ഒക്കെ. അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എലിയെ കൊല്ലാതെ തന്നെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മാർഗമാണിത്. സന്ധ്യാസമയത്താണ് കൊതുകും എലിയും എല്ലാം നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത്. അപ്പോൾ സന്ധ്യയാകുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ചെയ്യണം. മുറ്റത്തോ മതിലിനരികിലോ എലിമാളമുണ്ടെങ്കിൽ അവിടെയും നമുക്കിത് സ്പ്രേ ചെയ്യാം. കൊതുകിനെ തുരത്തി ഓടിക്കാനുള്ള ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്